മാർക്സിന് സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കിയാലോ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കൺസ്യൂമേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊഡ്യൂസേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പ്രൈസ് സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറിന് അഫോർഡ് ചെയ്യുന്നതിലും കൂടുതൽ പൈസ ഒരു നെസസറി ഗുഡ് ഐറ്റംസിന് ആയി കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിന് എന്ത് വെക്കുകയാണ്? ഒരു അപ്പർ ലിമിറ്റ് വെക്കുകയാണ്. അപ്പർ ലിമിറ്റ് ആണ് എന്ന് പറയുന്നത് പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കർഷകനെ എടുക്കുക, അദ്ദേഹത്തിന് 1 ടൺ അരിക്ക് ഇത്ര രൂപയെ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് തോന്നുവാണ് അത് ഭയങ്കര കുറവായിട്ട് തോന്നുവാണ്. അപ്പം നമ്മുടെ ഗവൺമെന്റ് എന്ത് വെക്കുകയാണ്? നമ്മുടെ പ്രൈസ് ഫ്ലോർ വെക്കുകയാണ്. 2000 രൂപയാണ് 1 ടൺ അരിന്റെ വിലയെങ്കിൽ ഗവൺമെന്റ് എന്തെടുക്കുകയാണ്? 4000 രൂപയെങ്കിലും കുറഞ്ഞത് അവർക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഒരു ലോവർ ലിമിറ്റ് വെക്കുകയാണ്. പ്രൈസ് സീലിംഗ് കാരണം എന്ത് സംഭവിക്കും? എക്സസ് ഡിമാൻഡ് വരും. പ്രൈസ് ഫ്ലോർ കാരണം എക്സസ് സപ്ലൈ ആണ് വരുന്നത്. ആൻഡ് നമ്മൾ കൊടുത്തേക്കുന്ന ഇനി പ്രൈസ് സീലിംഗിന്റെയും പ്രൈസ് ഫ്ലോറിന്റെയും കുറച്ച് എക്സാമ്പിൾസ് ആണ്. പ്രൈസ് സീലിംഗ് എന്തിലൊക്കെയാണ് വെക്കുന്നത്? നെസസറി ഗുഡ് ഐറ്റംസ്, റൈസ്, വീറ്റ്, കെറോസിൻ, അതേപോലെ ഷുഗറിലൊക്കെ ആയിരിക്കും ഇത് വെക്കുക. ആൻഡ് പ്രൈസ് ഫ്ലോർ നമ്മൾ വെക്കുന്നത് എന്തിലാണ്? അഗ്രികൾച്ചർ പ്രൈസ് സപ്പോർട്ടിലും അതേപോലെ മിനിമം വേജ് ലെജിസ്ലേഷനിലുമാണ് നമ്മളിത് കൂടുതലായിട്ടും വെക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് എക്സസ് ഡിമാൻഡ് എന്ന് നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.